ഡെയിലി യാത്ര ചെയ്യുന്നുണ്ട്. ഡെയിലി ഡള്ളായിട്ട് ടയേർഡായിട്ടാണ് എപ്പോഴും വീട്ടിൽ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ മുഖത്തും ആ ഒരു ഡൾനെസ് അറിയാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് സ്കിന്നൊന്ന് ക്ലീൻ ചെയ്യാനും ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനും നറിഷ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. ഇതിനെ നിങ്ങളൊരു ഫേസ് പാക്കായിട്ട് കണ്ട് വല്ലപ്പോഴും യൂസ് ആക്കരുത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എല്ലാ ദിവസവും ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്യണം. ഇതിനൊരു ക്ലെൻസിങ് ആയിട്ട് കണ്ടാൽ മതി. നമ്മുടെ സ്കിന്നിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം. എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ വാങ്ങാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല, കെമിക്കൽ പ്രോഡക്റ്റ്സ് ഒന്നും എല്ലാവർക്കും സെറ്റ് ആവില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് ഈ പാക്ക് യൂസ് ആക്കാം. സ്ഥിരമായിട്ട് യൂസ് ആക്കണം. നല്ല റിസൾട്ട് കിട്ടും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ കണ്ടിരിക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ആക്കാനായിട്ട് പറ്റും. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന ഫേസ് പാക്ക് സൂപ്പർ എഫക്റ്റീവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതുമാണ്. അപ്പോൾ നമുക്കിതിനായിട്ട് ആദ്യം തന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് കുറച്ച് കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കാത്ത സാധനമാണെങ്കിൽ പോലും ഒരു പാക്കറ്റ് മുഖത്തിടാനായിട്ട് വാങ്ങിച്ചു വയ്ക്കുക. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ എല്ലാ ദിവസവും യൂസ് ആക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചു വയ്ക്കുന്നത് ഒട്ടും നഷ്ടം ഉണ്ടാവില്ല. ആദ്യം ഏറ്റവും കുറച്ച് എത്രയാണോ കടയിൽ നിന്ന് കിട്ടുക അതൊന്ന് വാങ്ങിച്ചു വയ്ക്കുക. ഞാൻ മേടിച്ചത് ഒരു 30 രൂപയുടെ പാക്കറ്റാണ്. അതാണ് ഞാൻ ഫേസിൽ യൂസ് ആക്കാനായിട്ട് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ വില കുറവിന് വാങ്ങാൻ കിട്ടും. അതൊന്ന് എടുക്കുക. എന്നിട്ട് നമുക്ക് തേൻ കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ബോട്ടിൽ തേൻ വാങ്ങി വയ്ക്കുക. തേൻ നമുക്ക് കുറച്ച് നിറയെ ഒരുപാട് ഹോം റെമഡീസിന് യൂസ് ആക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇച്ചിരി വലുത് വാങ്ങിയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ സ്കൂൾ കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് യൂസ് ആക്കാം കേട്ടോ. 15 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും യൂസ് ആക്കാം. 15 വയസ്സ് മുതലുള്ള എല്ലാവർക്കും യൂസ് ആക്കാം കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് സ്കിന്നെ ക്ലീൻ ചെയ്യാൻ, ഇപ്പം ഡെയിലി യാത്ര ചെയ്യുന്ന കുട്ടികളൊക്കെ ആയിരിക്കുമല്ലോ, അവർക്ക് വൈകിട്ട് വന്നു കഴിയുമ്പോൾ ഫുൾ ടയേർഡായിരിക്കും ഫേസ്, അവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് പാൽ യൂസ് ആക്കാനായിട്ട് പറ്റില്ല എന്നാണെങ്കിൽ, മുഖക്കുരു വരുന്ന ടൈമൊക്കെ ആയിരിക്കും 15 വയസ്സ് 14 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ. സോ നിങ്ങളിത് പാല് ചേർക്കണ്ട, ജസ്റ്റ് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. റോസ് വാട്ടർ ചേർത്ത് മിക്സ് ആക്കുക. ഈ ഒരു പാക്ക് നന്നായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ മിക്സാക്കി എടുക്കുക. ഇനി ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് നല്ല വെയിലത്ത് നിന്ന്, ഇപ്പോൾ അസംബ്ലിക്കൊക്കെ വെയിലത്ത് നിൽക്കുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ വെയിൽ കൊണ്ടൊരു വഴിയാവും. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അസംബ്ലി അതുപോലെ ഫങ്ഷൻസ് ഒക്കെ വരുമല്ലോ, കോളേജ്, സ്കൂൾ, അതുപോലെ ഓഫീസിൽ പോകുന്നവർക്കായാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ നിന്ന് വെയിൽ കൊള്ളേണ്ട അവസ്ഥകൾ വരാറുണ്ട്. ബസ് സ്റ്റോപ്പിലായാലും ഒക്കെ തന്നെ 9 മണിക്ക് മുമ്പ് നമ്മൾ എത്തുന്നതാണെങ്കിലും 8:30 മുതലുള്ള വെയിലൊക്കെ തന്നെ നല്ല രീതിയിൽ നമുക്ക് സൺ ടാൻ ഉണ്ടാവാൻ കാരണമാകും. ഉച്ചയ്ക്കൊക്കെ നമ്മൾ ഗ്രൗണ്ടിലും ഒക്കെ ആയിട്ട് വെയിൽ കൊള്ളുമ്പോൾ നല്ല രീതിയിൽ സ്കിൻ ഡള്ളാകും, ടയേർഡാകും. ആ സമയത്ത് നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ ചെറിയ കുട്ടികളാണ്, ആദ്യമായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ എപ്പോഴും യൂസ് ആക്കണ്ട കേട്ടോ. നിങ്ങൾ ആഴ്ചയിൽ ഒരു 1-2 ദിവസങ്ങളിൽ യൂസ് ചെയ്താൽ മതി. ബാക്കി നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നവരാണ്, കുറച്ച് 20 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് എല്ലാ ദിവസവും യൂസ് ആക്കാം. ഇതൊരു ക്ലെൻസറായിട്ട് ഉപയോഗിച്ചാൽ മതി. ജസ്റ്റ് മുഖത്ത് ഇത് അപ്ലൈ ചെയ്യുക, ഒരു 10 മിനിറ്റ് വച്ചിരിക്കുക, എന്നിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകി കളയുക. ഇങ്ങനെ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്തു വന്നാൽ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകാൻ പോകുന്ന ട്രാൻസ്ഫോർമേഷൻ ഉറപ്പായി നിങ്ങൾ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്തേ പറ്റൂ. പ്ലീസ് ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. കാര്യം ഇതിലും നല്ലതൊന്നും എനിക്ക് എൻ്റെ സബ്സ്ക്രൈബർ കുട്ടികളോട് പറഞ്ഞു തരാനായിട്ടില്ല. ഇതുവരെ നമ്മുടെ ചാനലിൽ ഹോം റെമഡീസും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതും നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സാധനങ്ങളിൽ നിന്നാണ് കൂടുതലും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് നമ്മുടെ പാക്കറ്റിൽ കിട്ടുന്ന സാൻഡൽവുഡ് പൗഡർ, അതുപോലെ തന്നെ ബീട്രൂട്ട് പൗഡർ, ഇതൊക്കെ വെച്ചിട്ടുള്ള DIYs ഒക്കെ വേണം എന്നാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ ഉറപ്പായിട്ടും വരുന്ന വീഡിയോസിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഒരു ഫേസ് പാക്ക് ഞാൻ എൻ്റെ മുഖത്തിങ്ങനെ പതിയെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ജെൻറ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒട്ടും ഹാർഷായിട്ട് ഇങ്ങനെ ഉരയ്ക്കുക അങ്ങനെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് ഭയങ്കര ജെൻറ്റിലാണ്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് തരിതരിപ്പുള്ളതുപോലെ തോന്നും. ഇത് കടലമാവിൻ്റെ ഒരു തരിതരിപ്പാണ്, പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ചപ്പിപ്പോവും. അത്രയുമാണ്. ആ ഒരു ടെക്സ്ചർ മാത്രമേ അങ്ങനെയുള്ളൂ. അതിന് കട്ടി ഒട്ടും തന്നെ ഇല്ല. പിന്നെ ഷാർപ്പല്ല, ഒട്ടും ഷാർപ്പല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ റെഗുലറായിട്ട് അപ്ലൈ ചെയ്ത് വന്നോ. നിങ്ങൾക്ക് ഇതിൽ മഞ്ഞളൊന്നും ചേർക്കണ്ട.
അതുകൊണ്ട് തന്നെ മഞ്ഞളൊക്കെ സെറ്റ് ആവാത്തവർക്ക് ഇത് നല്ല രീതിയിൽ യൂസ് ആക്കാനായിട്ട് പറ്റും. ഡെയിലി നൈറ്റ് നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോയി നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ട്, ഇനി അഥവാ അല്ലെങ്കിൽ തന്നെ സ്കിന്നൊക്കെ ഡള്ളായിരിക്കുകയാണ്, ടയേർഡായിരിക്കുകയാണെങ്കിൽ വീട്ടിൽ വന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി കിടക്കുന്നതിനും 1 മണിക്കൂർ മുന്നേ ആയിട്ട് ഒരു 8 മണി 9 മണി സമയത്തൊക്കെ ഈ ഒരു മിക്സർ ഉണ്ടാക്കി ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി. ഇത് നിങ്ങൾ വേറെ കഠിനമായിട്ടുള്ള ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ, നല്ലൊരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓരോരുത്തരും യൂസ് ആക്കുമ്പോൾ അവരവരുടെ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസർ യൂസ് ആക്കുക. ഞാൻ പറഞ്ഞല്ലോ, മുഖക്കുരു വരുന്ന കുട്ടികളാണ്, ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പാല് ചേർക്കണ്ട, നിങ്ങൾ റോസ് വാട്ടർ ചേർത്താൽ മതി. ഒരു ചെറിയ ബോട്ടിൽ റോസ് വാട്ടർ വാങ്ങി വയ്ക്കുക, അത് ചേർത്ത് മിക്സ് ആക്കുക. വെള്ളം ചേർക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് റോസ് വാട്ടറാണ്. കാരണം നമ്മുടെ സ്കിന്നിന് ആ ഒരു ഗ്ലോ വരണ്ടേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. റോസ് വാട്ടർ, കടലപ്പൊടി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻഎക്സ്പെൻസീവ് ആണ്. എന്നിരുന്നാലും ഒരു 100 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും ചെറിയ ബോട്ടിൽ വരെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ ബോട്ടിൽസൊക്കെ വാങ്ങി വയ്ക്കുക. കുട്ടികളോട് പറയണോണ്ടാണ് അങ്ങനെ പറയുന്നത്. മുതിർന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇനഫ് ക്വാണ്ടിറ്റി മേടിച്ച് വെച്ച് യൂസ് ആക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്കിപ്പോൾ പറ്റിയില്ല എന്നാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. അന്നൊരു ദിവസത്തേക്ക് സ്കിപ്പ് ചെയ്യാം, വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. എപ്പോഴാണോ പറ്റുന്നത് അപ്പോഴൊക്കെ കണ്ടിന്യൂ ചെയ്യുക. 10 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്താൽ മതി. ഒരുപാട് സമയം വെച്ചിരിക്കേണ്ട, 10 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്താൽ മതി. സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഈ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ഉണ്ടല്ലോ, ഐസ് വാട്ടർ, അതിൽ കഴുകിയാൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ട്. സ്കിന്നിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു പിടുത്തം ഫീൽ ആകുന്നുണ്ട്. കടലമാവിൻ്റെയാണത്, അങ്ങനെ ഒരു പിടുത്തം വരും, സാരമില്ല. ഈ ഒരു സമയത്ത് തന്നെ ചെറിയൊരു നനവോട് കൂടി തന്നെ ജസ്റ്റ് എക്സസ് ആയിട്ടുള്ള വെള്ളമാണ് നമ്മൾ തുടച്ചു മാറ്റിയത്. ബാക്കി സ്കിന്നിലോട്ട് ഈർപ്പം ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ചെറിയൊരു മോയ്സ്ചറൈസർ, ഏതാണോ നിങ്ങൾ യൂസ് ആക്കുന്ന മോയ്സ്ചറൈസർ, അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. രാവിലെ സമയമില്ലാത്തവർക്ക് വൈകിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. രാവിലെ ടൈമുള്ളവരാണെങ്കിൽ രാവിലെ ചെയ്താൽ മതി. എപ്പോഴാണോ നിങ്ങൾക്ക് ഓക്കെ ആവുന്നത് അപ്പോൾ ചെയ്ത് കൊടുക്കുക. മോസ്റ്റ്ലി എല്ലാവർക്കും വൈകിട്ടായിരിക്കും ഓക്കെ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 5 ദിവസമെങ്കിലും, ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴുകി കളഞ്ഞാൽ മതി. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവും. അതുപോലെ സ്കിൻ ബ്രൈറ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും. സൺ ടാൻ ഉണ്ടെങ്കിൽ അത് മാറ്റാനും സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡള്ളായി പോയ സ്കിന്നാണെങ്കിൽ നല്ല നിറം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നന്നായിട്ട് ഡള്ളായിപ്പോയി, ഇനി ഇതെങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് അറിയത്തില്ല എന്നാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പാക്ക് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നല്ല മാറ്റം ഉണ്ടാവും, നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലുമൊക്കെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് വലിയ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്കിന്നിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് കരുതി വലിയ പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള പാക്സോ സിറംസോ ഒന്നും യൂസ് ആക്കേണ്ടി വരില്ല. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാനും ഇങ്ങനെ തന്നെയാണ് കരുതിയത്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫുൾ സൺ ടാൻ അടിച്ചിരിക്കുകയായിരുന്നു. ഞാനേ അല്ലാതെ വേറൊരാളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജോലി കിട്ടിയപ്പോൾ കുറേ ക്രീംസ് പാക്കൊക്കെ വാങ്ങി. അതിന് റിസൾട്ട് ഇല്ല എന്നല്ല, ഈ സെയിം റിസൾട്ട് തന്നെയാണ് അതിനുണ്ടായിരുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ അത്രയും പൈസ മുടക്കുന്നതെന്ന് തോന്നിയിട്ടാണ് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ അത് കെമിക്കലാണ്, ഇത് നമുക്ക് നാച്ചുറലായിട്ടുള്ളതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ